എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഡ്രേക്ക് ഇങ്ങനെ തൻ്റെ കുഞ്ഞായിരിക്കും ഇനി കത്രീന ആൻറ്റീൻ്റെ അടുത്ത് എന്നുള്ള കാര്യം. അപ്പോൾ അത് കേട്ടിട്ടാണെങ്കിൽ നല്ല രീതിയിൽ സങ്കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ആലിസിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവൾ നല്ല രീതിയിൽ സങ്കടപ്പെടുമ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, അല്ല ഇത് തൻ്റെ കുഞ്ഞൊന്നുമല്ല, ഞാൻ നിന്നെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി നോക്കിയതാണ്, തൻ്റെ പപ്പേൻ്റെ കുഞ്ഞാന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട്, സിബ്ലിങ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാവും, നല്ല രസമാവുമല്ലോ എന്നുള്ള രീതിയിൽ ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കാണെങ്കിൽ നല്ല സന്തോഷമായിട്ടോ, കാരണം ഡ്രേക്കിൻ്റെ അല്ലല്ലോ. പിന്നീട് നമ്മൾ കാണുന്നത് ഡ്രേക്കിൻ്റെ ഫാദറിനെയാണ്. ഫാദർ ആണെങ്കിൽ കൂടെ നമ്മുടെ ആലിസിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആലിസിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആലിസിനോട് കാര്യങ്ങൾ പറയുകയാണ്, നീ ദയവ് ചെയ്ത് ഡ്രേക്കിനെ ബ്രേക്കപ്പ് ആക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവൾ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കത്രീന ആൻറ്റിയും അതുപോലെ തന്നെ അവനും തമ്മിലുള്ള റിലേഷനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടാവും മേ ബി അങ്കിളിങ്ങനെ സംസാരിക്കുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്കിൾ പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ എല്ലാവരും കൂടെ ചെന്നിട്ട് തന്നെ ഒരു ഫൂളാക്കുകയായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാമായിരുന്നില്ലേ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, അങ്കിൾ വിചാരിക്കുന്ന പോലെയല്ല ഡ്രേക്ക് കത്രീന ആൻറ്റീനെ കണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ഡ്രേക്കിന് സ്വപ്നം കാണാൻ കിടന്നുറങ്ങുന്ന സമയത്ത് അമ്മയെ സ്വപ്നം കാണുകയാണ്, ഞാൻ നിങ്ങളെ വിട്ടു പോയിട്ട് ഒരുപാടായി, ഇപ്പം നിൻ്റെ ഫാദർ നല്ലൊരു ലൈഫും കാര്യങ്ങളൊക്കെ വരികയാണ്, സോ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ സന്തോഷമായി ജീവിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അല്ലാതെ എൻ്റെ സ്ഥാനത്തേക്ക് വേറൊരാൾ വന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല, സോ നിങ്ങൾ രണ്ടുപേരും സന്തോഷിക്കുന്നതാണ് എനിക്ക് സന്തോഷം എന്നുള്ള രീതിയിൽ ആ ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മൾ ഡ്രേക്ക് ഉണരുന്നുണ്ടായിരുന്നത്. പിറ്റേ ദിവസമാണെങ്കിൽ അവൻ എണീറ്റിട്ട് താഴേക്ക് വരുമ്പോഴാണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഫാദറും അതുപോലെ തന്നെ കത്രീനാനും സംസാരിക്കുന്നതാണ് കേൾക്കുന്നുണ്ടായിരുന്നത്. ആണെങ്കിൽ ഡ്രേക്കിനോടും അതുപോലെ തന്നെ കത്രീനാനോട് പിണക്കം തന്നെയായിരുന്നു, നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഞാനില്ലാത്ത സമയത്ത് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് എങ്ങനെ അറിയാമെന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രേക്ക് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും എൻ്റെ ഫസ്റ്റ് ആലിസിനൊപ്പം തന്നെ ആയിരിക്കും, എനിക്ക് ആലിസിനെയാണ് ഇഷ്ടം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് വന്ന ആലിസ് അപ്പോൾ വരുന്നുണ്ടായിരുന്നല്ലോ, സോ അവൾക്ക് അത് കേട്ടിട്ടാണെങ്കിൽ ഭയങ്കര സന്തോഷമായി നാണൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് ഡ്രേക്കാണെങ്കിൽ വേറൊരു സത്യം കൂടെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് കത്രീനാനിനെ ഇഷ്ടമല്ല നിങ്ങളുടെ വൈഫായിട്ട് വരാൻ വേണ്ടി, സോ അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. നിനക്ക് അത്രയും പറ്റുന്നില്ലെങ്കിൽ നീ ഇവിടുന്ന് നമ്മുടെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ട് താമസം മാറിക്കോന്ന് ഡാഡും പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ ആൽസ് പറയുന്നത് ഗ്രാജുവേഷനും കാര്യങ്ങളൊക്കെയാണ്, സോ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് മാറ്റി നിർത്തുന്ന അത്ര നല്ല കാര്യമില്ല എന്ന രീതിയിൽ പറയുമ്പോൾ അത് സാരില്ല മോളെ നിന് മൂക്ക് പറഞ്ഞ് മനസ്സിലാവുള്ളൂ എന്ന് ഡാഡ് പറയുന്നുണ്ടായിരുന്നു. പിന്നീടാണെങ്കിൽ കത്രീനാൻ്റെയും അതുപോലെ തന്നെ ഡാഡും കൂടെ സംസാരിക്കുന്നതാണ് കാണുന്നത്. ഇവർ കത്രീനാൻ്റ് പറയുന്നുണ്ടായിരുന്നു, ഞാനാണെങ്കിൽ അവനൊരു അമ്മേൻ്റെ സ്നേഹം മാത്രമേ കൊടുത്തുള്ളൂ, അല്ലാതെ റൊമാൻറ്റിക് ആയിട്ടൊന്നും എനിക്കൊരു ഫീലിങ്സും കാര്യങ്ങളും അവനോട് ഉണ്ടായിരുന്നില്ല, അതൊന്നും മനസ്സിലാക്കുക, അവൻ എന്നെ പറഞ്ഞില്ല നമ്മൾ രണ്ടുപേരും പിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ, സോ അതൊന്നും മനസ്സിലാക്കുന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഡാഡിനും സംഭവം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വീണ്ടും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിലൊക്കെ ഇവൻ്റെ കുട്ടിയാണ് ഇവളുടെ വയറ്റിലെന്നുള്ള കാര്യം ഇവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും വീണ്ടും ഒന്നിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ ആയാണെങ്കിൽ ഒരു സീരിയലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കരഞ്ഞു നിൽക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് അപ്പോൾ നമ്മുടെ ഗൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഗൻറ്റാണെങ്കിൽ ഒരു ഫ്ലവറൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. സംഭവം വേറെ ഒന്നുമില്ല, ഇവരുടെ ഗ്രാജുവേഷനും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പുതിയൊരു കോളേജിൽ അഡ്മിഷൻ, ഏറ്റവും നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ഡ്രേക്കിനെ അതുപോലെ തന്നെ ആലിസിനെയാണ്. ഡ്രേക്ക് ആണെങ്കിൽ ആ ഹോട്ടലിലേക്ക് മാറാൻ വേണ്ടിയിട്ട് അവൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ ആ ഒരു പാക്കിങ്ങിലാണല്ലോ, സോ അവളോട് പാക്ക് ചെയ്ത് തരാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവനാണെങ്കിൽ ബെഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ ഇങ്ങനെ അവൾക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നും നല്ല വൃത്തിയായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ ഓരോന്നും ഇങ്ങനെ എടുത്ത് പാക്ക് ചെയ്ത് വരുമ്പോഴായിരുന്നു അവൾ കാണുന്നത് നമ്മുടെ ഡ്രേക്കിൻ്റെ അണ്ടർവെയർ. സോ അണ്ടർവെയർ പിടിച്ച് കുറച്ച് നേരം നിൽക്കുന്നുണ്ടായിരുന്നു. ഇവ തെറ്റിദ്ധരിക്കും ഞാനിതെടുത്ത് മടക്കി വയ്ക്കാൻ നിൽക്കുമ്പോൾ. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ അണ്ടർവെയർ ഇത്ര ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ഫ്ലേർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവളാണെങ്കിൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിക്കുമ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ അണ്ടർവെയർ മാത്രമൊന്നുമല്ല എൻ്റെ ആപ്സും നല്ല രീതിയിൽ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ അവളെ നല്ല രീതിയിൽ ഫ്ലേർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതായിട്ട് ഇവൾ ചിന്തിക്കുന്നത്, അയ്യോ എനിക്ക് ഇനി ഒരിക്കലും ഉറക്കമില്ലാതെ ഉറങ്ങാൻ പറ്റൂല, ഇതൊക്കെ ആലോചിച്ചിട്ടുള്ള രീതിയിൽ ആലോചിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ അതുപോലെ തന്നെ ഗെൻറ്റിനെയാണ്. ഗെൻറ്റാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആയെ പഠിപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ, കാരണം എങ്ങനെയെങ്കിലും ഇവർക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമല്ലോ, സോ അതിനുവേണ്ടി നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ആയേൻ്റെ മോമിക്കാണെങ്കിൽ നല്ല സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്, കാരണം മോക്കും പറ്റിയൊരാളെ കിട്ടിയിട്ടുള്ള നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ടായി, ഇത്ര കഷ്ടപ്പെട്ടൊന്നും എനിക്ക് അവിടെ കിട്ടില്ല, എന്നാലും ഞാൻ പഠിക്കാൻ നോക്കാമെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ആലിസിന് അതുപോലെ തന്നെ ഡ്രേക്കിനെ ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു ഹോട്ടലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. സോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സംസാരമാണെങ്കിൽ നമ്മുടെ കത്രീനാരിനെ കുറിച്ച് വരുന്നുണ്ടായിരുന്നു. സംഭവം വേറെ ഒന്നുമില്ല, അന്ന് ഇവർ രണ്ടുപേരും കിസ് ചെയ്യാൻ പോണ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിങ്ങനെ ആലോചിച്ചിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാർക്ക് എന്നോട് ഇഷ്ടവും കാര്യങ്ങളൊന്നുമില്ല, എൻ്റെ ഡാഡിനോട് തന്നെയാണ്, ഞാൻ മാക്സിമം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ലൈക്ക് എനിക്കിഷ്ടമല്ല എൻ്റെ മോമിൻ്റെ സ്ഥാനത്ത് വേറെയുള്ള ആൾ വരുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഹോട്ടലിൽ എത്തിയിട്ടാണെങ്കിൽ എല്ലാം ഡാഡിയോട്
പാസ്വേഡ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ആലിസിന് നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പറയുന്നുണ്ടായിരുന്നു 11/13 എന്നുള്ള കാര്യമാണ് പറയുന്നത്. കാരണം നവംബറിലാണല്ലോ ഇവരുടെ ഒരു സെറിമണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് മന്ത്. അത് 31 എന്നുള്ള രീതിയിൽ 31 മന്ത് ശരിക്കും നവംബറിൽ ഇല്ലെങ്കിൽ കൂടെ ആ രീതിയിലായിരുന്നു പാസ്വേഡ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവർ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റുപ്പിഡാന്നുള്ള രീതിയിലൊക്കെ അവളെ ഇങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ആയേൻ്റെ അമ്മയാണെങ്കിൽ കൂടെ ഇവർക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൻറ്റ് പറയുന്നുണ്ടായിരുന്നു ഇവർക്ക് എത്ര പഠിപ്പിച്ചു കൊടുത്തിട്ട് മനസ്സിലാവുന്നില്ല എന്ന രീതിയിൽ. അപ്പോൾ അമ്മ അവളെ കളിയാക്കുന്നുണ്ടായിരുന്നു. എനിക്കിതിന് മുന്നേ അവൾ ജനിക്കുന്നതിന് മുന്നേ ഒരു അബോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് ശേഷം ജനിച്ചത് ഇവളായതുകൊണ്ട് ചെറിയൊരു ബുദ്ധിക്കുറവുണ്ടായിരിക്കാം എന്നുള്ള രീതിയിൽ ആ രീതിയിലും കൂടെ നല്ല രീതിയിൽ ആയൻ്റെ അമ്മ അവളെ കളിയാക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആയ പറയുന്നുണ്ടായിരുന്നു എനിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും വേറെ യൂണിവേഴ്സിറ്റിയിലാവുമല്ലോ, പിന്നെ എനിക്ക് അവിടെ ബോയ് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവൻ നല്ല രീതിയിൽ സങ്കടമാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ അവൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല എന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു എനിക്കിന്ന് നല്ലോണം ഇഷ്ടമാണ്, എന്നെ ഒരുപാട് ആൾക്കാർ തേച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ അവരെ കൂട്ടത്തിലൊന്നും ഞാൻ നിന്നെ കാണുന്നില്ല, എനിക്ക് നിന്നെ അത്രമാത്രം ഇഷ്ടമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കാണെങ്കിൽ നല്ല സന്തോഷമാവുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ കേനി അതുപോലെ തന്നെ ഷീനാണെങ്കിൽ പഠിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അങ്ങോട്ടേക്ക് അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പഠിക്കുന്നതിനെക്കുറിച്ച് എക്സാംസും കാര്യങ്ങളൊക്കെ ആയതല്ലേ, സോ അതിൻ്റെ ഒരു രീതിയിൽ പഠിക്കുക. ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് പോകുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവൾക്കാണെങ്കിൽ നല്ല രീതിയിൽ ഇവനെ മിസ് ചെയ്യുന്നുണ്ട്, നല്ല സങ്കടം വരുന്നുണ്ട്. ഇവളെന്നെ ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് ഇവനെ ഞാൻ വിട്ടു പോയത്, ഇവന് അത്രമാത്രം എന്നെ ഇഷ്ടമാണ്, അത്രമാത്രം ജെന്യൂനാണ്, അത്രമാത്രം പാവമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു നീ നല്ല രീതിയിൽ പഠിച്ചോ, പക്ഷെ നമുക്ക് റിലേഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൂടെ, എത്ര പേരാണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്തായാലും നിനക്ക് ഹോപ്പ് തന്നെ പോകുന്നില്ല, കാരണം ലോങ് ഡിസ്റ്റൻസ് എത്രമാത്രം പ്രാക്ടിക്കൽ ആവും എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ തന്നെ 5 വർഷം കഴിഞ്ഞിട്ടാവും വരുന്നുണ്ടായിരിക്കുക, സോ അത് എത്രമാത്രം പ്രാക്ടിക്കൽ ആവുമെന്ന് അറിയില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ആ ക്യാമറാമാനാണ്. അവനാണെങ്കിൽ ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഡാഡ് വന്ന് ചീത്ത അറിയുന്നുണ്ടായിരുന്നു എക്സാംസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, ദയവ് ഇതൊന്ന് പഠിക്കാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. ആ ഡ്രേക്കിലൊക്കെ കണ്ട് പഠിക്കുന്ന രീതിയിൽ പറയുമ്പോൾ നമ്മുടെ ക്യാമറമാന് തീരെയാണ്ട് ഇഷ്ടമാവുന്നില്ല, കാരണം വേറൊരാൾ വെച്ച് കമ്പയർ ചെയ്യാണല്ലോ. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ഡാഡിന് പിന്നെ ഡ്രേക്കിനാണെങ്കിൽ ഡ്രേക്കിനെ മോനായിട്ട് എടുത്ത് വളർത്തിയാൽ പോലെ, പിന്നെ എന്തിനും എൻ്റെ കാര്യം നോക്കണമെന്ന് പറഞ്ഞിട്ട് അവ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന ആലിസിന് അതുപോലെ തന്നെ ഡ്രേക്കിനെയാണ്. ഇവർ രണ്ടുപേരും കൂടെ ഹോട്ടൽ റൂമിൻ്റെ കണ്ട് വരുമ്പോൾ അവളോട് പറയുന്നുണ്ടായിരുന്നു ആ പാസ്വേഡ് അടിക്കാൻ. ഇവളാണെങ്കിൽ ആകെ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ ഈ സാധനം അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇവൾ കാണാതെ ആ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കുന്നുണ്ട്. എന്നിട്ട് അവളെ സ്റ്റുപ്പിഡെന്ന് വിളിച്ചിട്ട് വേഗം പോയി ഡോർ ക്ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളോട് പറയുന്നുണ്ടായിരുന്നു അത് ആലോചിച്ചിട്ട് നീ ഇതൊന്ന് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവനാണെങ്കിൽ അവിടെ ഉള്ളിൽ ചെന്നിട്ട് ഇവളോട് പറയുന്നുണ്ടായിരുന്നു നല്ല രീതിയിലൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിനക്ക് കിട്ടും എന്നുള്ള കാര്യം. ഇവളാണെങ്കിൽ തീരെ ഇങ്ങനെ ആലോചിക്കുക, അവിടെ ഓരോന്ന് പിച്ചും പോയി പറയുന്നുണ്ടെങ്കിലും ആലോചിക്കാതെ നേരെ തന്നെ നമ്മുടെ ഷീനിനെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഷീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ എന്നായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് സെറിമണി, ലൈക്ക് 1 മാസം തികഞ്ഞിട്ടുള്ള ഒരു ഡേ എന്നാന്ന് ചോദിക്കുമ്പോഴാണ് മനസ്സിലായി 11/13 എന്നുള്ള കാര്യം. അപ്പോൾ അവളാണെങ്കിൽ അതിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടായിരുന്നു ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം വിചാരിച്ചിട്ടുള്ള അതുപോലെ ബുദ്ധിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അത് ഓപ്പൺ ആക്കി എന്നുള്ള കാര്യമാണ്. അവളാണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ സ്റ്റുപ്പിഡ്, നീ എന്നെ എപ്പോഴും സ്റ്റുപ്പിഡ് കാര്യങ്ങളൊക്കെ വിളിച്ചോട്ടെ, നിന്നെ ആർക്കും ഇഷ്ടം, നിന്നെ ആർക്കും ഇഷ്ടമല്ല, നീ ക്ലാസ്സിൽ ആരോടും ചിരിക്കാത്തതുകൊണ്ട് നിന്നെ ആർക്കും ഇഷ്ടമല്ല, ആരും നിന്നെ ശ്രദ്ധിക്കുക പോലും ഇല്ല, ഒരു രീതിയിൽ പഠിപ്പിക്കൊന്ന് പോകണേ അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് പോകണമെന്ന രീതിയിൽ ശ്രദ്ധിക്കുക പോലും ഉള്ളൂ, പക്ഷേ നിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല പറയുമ്പോൾ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് നല്ല സന്തോഷമായിട്ടോ, കാരണം നമ്മുടെ ആലിസിനെ അവനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കേൾക്കുമ്പോൾ അടുത്തേക്കും കൂടെ വരുമ്പോൾ നല്ല നാണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ നൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് വേഗം വീട്ടിലേക്ക് പോകട്ടെ. അപ്പോൾ ഒരു ഊബർ വിളിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് എന്ത് കെയറിങ് ബോയ് ഫ്രണ്ടാണ്, അത് അവൾക്ക് നല്ല രീതിയിൽ ഇഷ്ടമാവുന്നുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായെങ്കിൽ ഇവർ എക്സാമും കാര്യങ്ങളൊക്കെ തകൃതിയായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ റിസൾട്ടിൻ്റെ ഡേ വരുമ്പോൾ ഇവരുടെ വീട്ടിലാണെങ്കിൽ നല്ല രീതിയിൽ പ്രശ്നവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. നമ്മുടെ ആയേൻ്റെ വീട്ടിലാണെങ്കിൽ അങ്ങോട്ടേക്ക് നമ്മുടെ ഗെൻറ്റ് വന്നിട്ട് ലെറ്റർ വന്ന കാര്യം പറയുന്നത് താൻ പാസ്സായി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവളാണെങ്കിൽ ചെറിയൊരു നാടകം കളിക്കാട്ടോ, ഇവൾ പാസ്സായിട്ടില്ല, സോ എനിക്ക് ലെറ്ററോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, അത് എത്ര നേരം ലേറ്റ് ആവുന്നത്, എനിക്ക് എന്താ വരാത്തതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ നല്ല വിഷമാവുന്നുണ്ടായിരുന്നു കേട്ടോ, കാരണം അത്രയും നല്ല രീതിയിൽ പഠിപ്പിച്ചതൊക്കെ അല്ലേ. അപ്പോൾ ഇവളാണെങ്കിൽ ഫസ്റ്റൊക്കെ ഇങ്ങനെ അങ്ങനെ രീതിയിൽ നല്ല കളിയാക്കിയിട്ട് താൻ തോറ്റില്ല, വേറെ യൂണിവേഴ്സിറ്റി വേറൊരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന രീതിയിലൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഇവളുടെ കോളേജിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നല്ലൊരു കോളേജ് കിട്ടിയിട്ട് പിന്നെ തിരിച്ച് വേറെ കോളേജിലേക്ക് വരെ നല്ലൊരു റീസണും കാര്യങ്ങളൊക്കെ വേണമല്ലോ. ഇപ്പോൾ ഇവളിങ്ങനെ ചിന്തിക്കുന്നത് ഇവൻ തനിക്ക് വേണ്ടി കോളേജ് വരെ മാറാൻ വേണ്ടി നിൽക്കാനുള്ള ആ ഒരു ലെറ്റർ അപ്പോൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് നല്ലൊരു കോളേജിൽ തന്നെ പഠിക്കാനുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ
ബാക്കിൽ കെട്ടിപ്പിടിച്ചോ അതിനിപ്പോൾ ചോദിക്കാൻ എന്തെന്നുള്ള രീതിയിൽ പറയുമ്പോൾ അങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു നീ കുറച്ച് ഹൈപ്പർ ടെററാണ്, അതുകൊണ്ടാണ് എനിക്ക് ചെറുതായിട്ട് പേടി എന്നുള്ള കാര്യം. പിന്നീട് നമ്മൾ കാണുന്നത് ആലീസിൻ്റെ വീട്ടിലാണ്. ആലീസ് ആണെങ്കിൽ സാധാ കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത്. ഇവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കിട്ടിയ ആ ഒരു കോളേജിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമോ കാര്യങ്ങളോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആലീസിൻ്റെ മമ്മിനാണെങ്കിൽ ഇവിടെ എങ്ങനെയെങ്കിലും നല്ലൊരു എൻട്രൻസ് ചെയ്ത് പോകണം എന്നായിരുന്നല്ലോ ആഗ്രഹം. പക്ഷേ ആ കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. മോമാണെങ്കിൽ അവിടെയുള്ള മെയ്ഡിനോടും കാര്യങ്ങളോടൊക്കെ നല്ല രീതിയിൽ ചൂടാവുന്നുണ്ടായിരുന്നു. ആ ദേഷ്യം ഇവളോട് ചൂടായി തീർക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവൾ പറയുന്നുണ്ടായിരുന്നു പ്ലീസ് മോം എന്നോട് ഒറ്റ തവണയ്ക്ക് ക്ഷമിക്കും, എനിക്ക് പുറത്ത് പോയി പഠിക്കാനൊന്നും താല്പര്യമില്ല, എനിക്ക് ഇവിടെ നല്ല കോഴ്സ്, എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഇവിടെ ചെയ്യാനാണ് ആഗ്രഹം. മോൻ പറയുന്നുണ്ടായിരുന്നു നീ എന്തായാലും എൻട്രൻസ് നല്ല രീതിയിൽ എഴുതിയില്ല, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്ത് വിട്ട് പഠിപ്പിക്കുന്നുള്ള കാര്യം. സോ നീ എന്തായാലും സ്റ്റേറ്റ്സിലേക്ക് പോകേണ്ടി വരും എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് നല്ലൊരു പ്ലീസ് ഒരു ചാൻസ് ഇല്ല, ഫസ്റ്റ് സെമസ്റ്ററിൽ നല്ല രീതിയിൽ മാർക്കും കാര്യങ്ങളൊക്കെ മേടിക്കും, എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഇവിടെ പഠിക്കട്ടെ എന്നുള്ള രീതിയിൽ ഓരോ സന്ദർഭങ്ങളൊക്കെ വെച്ച് സംസാരിക്കുമ്പോൾ മോമിന് നല്ല രീതിയിൽ ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു. മോം ആ രീതിയിൽ സംസാരിച്ചതിന് ഇവളോട് സോറി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഫസ്റ്റ് സെമസ്റ്റർ എങ്ങനെയാണോ അതിന് ബേസ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൾക്കാണെങ്കിൽ നല്ല രീതിയിൽ സന്തോഷമാവുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണ് ഡ്രേക്കിൻ്റെ ആ ഒരു ഫ്ലാറ്റ് ആണ്. സോ അങ്ങോട്ടേക്കാണെങ്കിൽ ഡാഡ് 2 കവറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കവർ അവർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിലാണെങ്കിൽ അവൻ്റെ സിബ്ലിങ്ങിൻ്റെ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഡാഡ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിനക്ക് ഈ ഒരു ടൈമായിട്ട് ഞങ്ങളോടുള്ള പിണക്കം മാറിയില്ലെന്ന് ഡാഡ് ചോദിക്കുമ്പോൾ അതൊക്കെ മാറി, ഇപ്പോൾ വലിയ രീതിയിൽ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇതിൻ്റെ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അവരുടെ സംസാരമാണെങ്കിൽ നമ്മുടെ ആലിസിനെ കുറിച്ച് ആവുന്നുണ്ടായിരുന്നു. ആലിസ് നല്ലൊരു പെൺകുട്ടിയാണ്, നല്ല ക്യൂട്ടാണ്, അവളാണ് എന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ആക്കാൻ വേണ്ടി വന്നത്, നല്ലൊരു ക്യൂട്ടാണ് പറയുമ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു അവരുടെ ക്യൂട്ട്നെസ് ഞാൻ കണ്ടു, ഡാഡ് ദയവ് ചെയ്ത് കാണണ്ട എന്നുള്ള രീതിയിൽ പറയുന്നത്. ഡാഡ് പോകുന്നില്ലേ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇന്ന് നിൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടി വരാൻ നിൽക്കുകയാണ്, സോ ഞാൻ ഇവിടെ നിൽക്കാൻ പോകുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ വേണ്ട ഡാഡ് അവിടെ നിന്ന് പോയിക്കോ, ആലിസ് വരാമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. സോ ഇവർ അങ്ങനെ ഡാഡ് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നില്ലെങ്കിൽ നമ്മുടെ ആലിസ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, താൻ പാസ്സായിട്ടില്ല, ലൈക്ക് ആ ഒരു കോളേജിലേക്ക് തനിക്ക് അഡ്മിഷൻ കിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച കാര്യം തന്നെയാണ്, കാരണം ആലിസ് പാസ്സാവില്ല, പാസ്സും ആലിസും തീരെ ചേരില്ല എന്നുള്ള രീതിയിലൊക്കെ ഡ്രേക്ക് കളിയാക്കുന്നുണ്ടായിരുന്നു. നീ ഒരു സ്റ്റുപ്പിഡാണ്, നീ തോക്കുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നുള്ള രീതിയിൽ പറയുമ്പോൾ നീ എൻ്റെ മാത്രം സ്റ്റുപ്പിഡാണ്, ഞാൻ എന്തായാലും മറ്റേ കോളേജിലായിരിക്കും ഇനി അഡ്മിഷന് പോകാമെന്നുള്ള രീതിയിൽ ആലിസ് പറയുമ്പോൾ അവിടെ പോയാലും നീ എൻ്റെ മാത്രം സ്റ്റുപ്പിഡാണ്, എന്തായാലും നമ്മൾ റിലേഷൻ ഇത്രയൊക്കെ ആയില്ലേ നമുക്കൊന്ന് കിസ് ചെയ്താലോ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവരുടെ കിസ് അവിടെ നടക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടെ, കൂടാതെ ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തൊന്ന് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത്. ദിസ് ഈസ് സൈനിങ് ഔട്ട്. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.